നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എവിടെയും ചർച്ചാ വിഷയം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി സർവേകളാണ്, അഭിപ്രായ സർവേകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഒഡീഷയിൽ നിന്നും വളരെ ശ്രദ്ധേയമായ ഒരു സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ഫെഡറൽ സർവേ പ്രവചിക്കുന്നതനുസരിച്ച് ഒഡീഷയിൽ BJDയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തവണ വലിയ വിജയം സ്വന്തമാക്കാൻ പോകുന്നത് BJP ആയിരിക്കുമെന്ന് അവർ പറയുന്നു. 21 ലോക്സഭാ സീറ്റിൽ 20ലും വിജയിച്ച് ആധിപത്യം സ്ഥാപിക്കും BJP എന്ന് തന്നെയാണ് ഈ സർവേ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും അതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം കാലാകാലങ്ങളായി ഒഡീഷ പിന്തുടരുന്ന ഒരു നയമുണ്ട്. കേന്ദ്രത്തിൽ BJPയും സംസ്ഥാനത്ത് BJDയും എന്നതാണ് അവരുടെ നയം. പക്ഷെ വോട്ട് വിഹിതം നൽകുന്ന ചില സൂചനകളുണ്ട്. അത് വിലയിരുത്തുമ്പോൾ ഈ സംസ്ഥാനത്തെ BJDക്ക് വലിയ ഭീഷണി വളർന്നു വരുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. BJPയുടെ വോട്ട് വിഹിതം 16% ഇക്കുറി വർദ്ധിക്കുമെന്നാണ് ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ BJDയുടെ സംസ്ഥാനം ഭരിക്കുന്ന ബിജു ജനതാദളിന്റെ വോട്ട് വിഹിതം 23% കുറയുമെന്ന് പറയുന്നു. അതായത് 42.80% നിന്നും 19.35% BJDയുടെ വോട്ട് വിഹിതം കൂപ്പുകുത്തുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. 10% വോട്ട് കോൺഗ്രസിന് നേടാൻ സാധിക്കുമെങ്കിൽ പോലും അവിടെ നിന്നും ഒരൊറ്റ ലോക്സഭാ സീറ്റ് പോലും കോൺഗ്രസ് സ്വന്തമാക്കില്ല എന്നുകൂടി ഈ ഫെഡറൽ സർവേ അഭിപ്രായപ്പെടുന്നുണ്ട്. നമുക്കറിയാം 1997 അധികാരത്തിലേറിയത് മുതൽ നവീൻ പട്നായിക് ആണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനുള്ള ഒരു സ്വാധീനം ഒട്ടും ചെറുതല്ല ഒഡീഷയിൽ. പക്ഷേ കഴിഞ്ഞ കാലയളവിൽ ചില പ്രത്യേകമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഈ നവീൻ പട്നായിക്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം തന്റെ പിൻഗാമിയായി തമിഴ്നാട്ടിൽ നിന്നുള്ള VK പാണ്ഡ്യനെ അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനം ഒഡീഷയിൽ BJDക്ക് തിരിച്ചടിയാകുമെന്ന് ആ സമയത്ത് തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന 2000 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ VK പാണ്ഡ്യൻ ഒക്ടോബർ 23 സ്വയം വിരമിക്കുകയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം BJDയിലേക്ക് അംഗത്വം പോലും എത്തുന്നത്. പക്ഷേ നവീൻ പട്നായിക്കിന്റെ പല തീരുമാനങ്ങൾക്കും പിന്നിലുള്ളത് പാണ്ഡ്യന്റെ ബുദ്ധിയാണ് എന്ന് അന്ന് തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ ഒരു ഉദ്യോഗസ്ഥനായി കണക്കാക്കപ്പെടുന്ന ആൾ കൂടിയാണ് ഈ പാണ്ഡ്യൻ എന്ന് പറയുന്നത്. നിലവിൽ ഈ നവീൻ പട്നായിക്കിന് പകരം പാണ്ഡ്യനെ ഒഡീഷ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതിനർത്ഥം സംസ്ഥാനത്ത് ഇതുവരെയും BJD പുലർത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു ആധിപത്യം അത് ഈ പിൻഗാമിയുടെ പ്രഖ്യാപനത്തോടു കൂടി കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അവിവാഹിതനായ മൃദുഭാഷിയായ ഒരു അഴിമതിയിലും പേര് ചേർത്ത് വയ്ക്കപ്പെടാത്ത നവീൻ പട്നായിക് ഈ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിന് തെറ്റിപ്പോയോ എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. പ്രത്യേകിച്ചും തമിഴകത്ത് നിന്നുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും ഒഡീഷ ജനത സ്വീകരിക്കുക എന്ന വലിയ ചോദ്യമുണ്ട്. കാര്യം മികച്ച ഉദ്യോഗസ്ഥനാണ്, അഴിമതിയുടെ കറ പുരളാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഒരു പാർട്ടിയെ നയിക്കാനുള്ള കെൽപ്പ് പാണ്ഡ്യൻ ഉണ്ടോ എന്ന് നവീൻ പട്നായിക് ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ എന്തായാലും ഈ കേന്ദ്രത്തിലുള്ള ഭരണം മാത്രമല്ല BJPക്ക് അവിടെ ഇനിയുള്ള സാധ്യത, മറിച്ച് സംസ്ഥാന ഭരണത്തിൽ കൂടി കണ്ണുവെച്ചിട്ടുണ്ട്. ഈ സർവേ പുറത്തു വന്നതിന് ശേഷം BJPയും അതിനോടൊപ്പം തന്നെ കോൺഗ്രസും അവരുടെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് മുതിരാനൊരുങ്ങുകയാണ്. കാരണം ഈ നവീൻ പട്നായിക് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒഡീഷയിൽ BJPക്കും അതിനോടൊപ്പം കോൺഗ്രസിനും സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഏറെയുള്ളത് BJPക്ക് തന്നെയാണ്. എന്തായാലും ഇതിനൊക്കെ കാരണമായത് ഒരു അനൗചിതമായ പിൻഗാമി പ്രഖ്യാപനം തന്നെയാണ്. അത് അനവസരത്തിലാണ് നവീൻ പട്നായിക് നടത്തിയതെന്ന് കൂടി പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.